നമസ്കാരം. BD4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയാണ് ആരോഗ്യ കേന്ദ്രം ഈ നേട്ടം കൈവരിച്ചത്. LDF ചേർപ്പ് പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും. BJPയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം വിലപ്പോവില്ല എന്ന് CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 400 രൂപ കൂടി 54,520 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 6,815 രൂപയുമാണ് ഇന്നത്തെ വില. വിശദമായ വാർത്തകളിലേക്ക്. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയാണ് ആരോഗ്യ കേന്ദ്രം ഈ നേട്ടം കൈവരിച്ചത്. 6500 ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഇതിനായി ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം പാറളത്ത് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. സംസ്ഥാനത്തെ 3 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ഈ അംഗീകാരം നേടാനായത്. അതിൽ 92% സ്കോറോടെ പാറളം കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഒന്നാം സ്ഥാനത്ത്. കേരളം അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മണ്ണാണെന്നും BJPയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല എന്ന് CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞു. ജീവിതം ത്യാഗം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസുകാരെ പോലെ പകൽ കോൺഗ്രസും രാത്രി BJPയും ആകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തിരുവനന്തപുരം മുതലുള്ള BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോടീശ്വരന്മാരാണ്. ഇന്ത്യൻ പാർലമെന്റ് കോടീശ്വരന്മാരുടെ പാർലമെന്റ് ആവരുതെന്ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന LDF ചേർപ്പ് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു. India belongs to all. India belongs to all, irrespective of religions. That is why our constitution, whose prime architect was Dr. Ambedkar, our constitution, the preamble, many of you must have read, it starts saying, we, the people of India. PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ വഹാബ്, രാജാജി മാത്യു തോമസ്, KP രാജേന്ദ്രൻ, CC മുകുന്ദൻ MLA, UK ഗോപാലൻ, CR വത്സൻ, AS ദിനകരൻ, KP സന്ദീപ്, ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ LDWFന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃപ്രയാറിൽ വനിതാ സംഗമവും റാലിയും നടത്തി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി LDF ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന വനിതാ സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സഖാവ് VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട വനിതാ റാലിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഖാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിർണായകമായി ബാധിക്കുന്ന വിധത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിധിയെഴുത്ത് രാജ്യത്ത് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവം ഈ കാലം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് M. സ്വർണലത അധ്യക്ഷത വഹിച്ചു. KR സീത, ജ്യോതി രാമൻ, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, സജിന പർവിൻ, രജനി ബാബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 400 രൂപ കൂടി 54,520 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 6,815 രൂപയുമാണ് ഇന്നത്തെ വില.
ഈ മാസം മാത്രം പവന് കൂടിയത് 3640 രൂപ. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2400 മുകളിലെത്തിയതിനു ശേഷം നേരിയ ഇടിവ് രേഖപ്പെടുത്തി. മധ്യേഷ്യയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത ആസ്തികളിലേക്ക് നിക്ഷേപകർ തിരിഞ്ഞതാണ് വിലക്കയറ്റത്തിന്റെ കാരണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സ്വർണത്തിന്റെ രാജ്യാന്തര വിലയിലുണ്ടായത് 26% വർധനവാണ്. ഷാസ പർവീണിന്റെ ഭരതനാട്യം ദേവസ്ഥാന മണ്ഡപത്തെ രംഗപുളകിതമാക്കി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്ന ശതദിന ഭാരത നൃത്തോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്തമണ്ഡപ അരങ്ങിൽ ശ്രീകൃഷ്ണനെയും പരമശിവനെയും സ്തുതിച്ച് ചിലങ്ക കെട്ടിയ തന്റെ കുഞ്ഞു പാദങ്ങളിൽ ജതികൾ ഉണർത്തി കുഞ്ഞു കൈകളിലെ മുദ്രകളിലൂടെ കഥ പറഞ്ഞും മുഖത്തിൽ നവരസഭാവങ്ങളുമായി ഭരതനാട്യമാടിയ കുമാരി ഷാസ പർവീൺ ദേവസ്ഥാന നാട്യ മണ്ഡപത്തെ പുളകിതയാക്കി. കണ്ണപ്പന്റെ കഥ പറയുന്ന കണ്ണയ കാണുക എന്ന ശിവവർണ്ണവും മായാനിതു ശയ്യലാമോ എന്നാരംഭിക്കുന്ന കൃഷ്ണവർണ്ണവുമാണ് ഗുരു ഗിരീഷ് വലപ്പാടിന്റെ ശിഷ്യയായ കുഞ്ഞു ഷാസ പർവീൺ അനായാസേന നൃത്തമാടിയത്. ദേവസ്ഥാന മണ്ഡപത്തിൽ നൃത്തത്തിനെത്തിയ ഷാസ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പാദങ്ങൾ തൊട്ട് വന്ദിച്ചാണ് രംഗപ്രവേശനം നടത്തിയത്. തുടർന്ന് കലാമണ്ഡലം ശിശിര ശിവപ്രസാദ് തന്റെ നാട്യാഞ്ജലിയിൽ ഗുരു പ്രിയദർശിനി ഗോവിന്ദ് ചിട്ടപ്പെടുത്തിയ മാതേ മലയധ്വജ പാണ്ഡ്യ സംജാതേ എന്ന് തുടങ്ങുന്ന കമാസ്തരു വർണ്ണവും രണ്ടാമത്തെ ഇനയമായി ഇന്ദു സൈസരികി ബാലകൃഷ്ണ എന്ന കന്നഡ ഭാഷയിലെ ദേവർനാമയും അതിൽ പൂതന മോക്ഷകഥ ഉൾക്കൊള്ളിച്ച് നടന വൈഭവമൊരുക്കി. കലാമണ്ഡലം അഞ്ജലിയുടെ മോഹിനിയാട്ടത്തിൽ കാവാലം നാരായണ പണിക്കരുടെ രചനയായ തത്താതിഗു എന്നു തുടങ്ങുന്ന ഗുരു കലാമണ്ഡലം ക്ഷേമാവതി ചിട്ട ചെയ്ത ഗണപതി സ്തുതിയും പരിപാഹ്യമാം ഹരേ എന്ന പ്രസിദ്ധമായ കഥകളി പദവും ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന ശ്രീമന് നാരായണ എന്ന പദവും തുടർന്ന് ഗുരു മായാ റാണിയുടെ ശിഷ്യർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും മനോഹരമായ രംഗഭാഷ്യം നൽകി. നർത്തകിമാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. ദേവസ്ഥാനത്ത് രായ്ഘട്ട് ഘരാന കഥക് നൃത്തം നൂപുരധ്വനി മുഴക്കി. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ 100 നാൾ നൃത്തോത്സവത്തിന്റെ 41ാം നാൾ നൃത്തമണ്ഡപത്തിൽ രായ്പൂർ മഹാരാജാവിന്റെ സ്വന്തം ശൈലിയായ രായ്ഘട്ട് ഘരാന കഥക് നൃത്തത്തിൽ ഇൻഡോറിൽ നിന്നെത്തിയ ധ്രുപദ് ആഷ്പി പ്ലയും ശിഷ്യരും അവതരിപ്പിച്ച താളലയഭാവത്തോടുകൂടിയുള്ള അവതരണം ദൃശ്യഭംഗിയുള്ളതായി. ശിവാഷ്ടകവും കവി പൂർണ്ണപ്രകാശർ രചിച്ച ഹരാ നിൻ മകനോ എന്ന് തുടങ്ങുന്ന തമിഴ് ദേവസ്ഥാന വിഷ്ണുമായ സ്വാമി കൃതിയും തബലയും ഹാർമോണിയവും ചേർന്നൊരുക്കിയ രാസ്താൽ ശുദ്ധ നൃത്യത്തിൽ PS സുബ്രഹ്മണ്യം സാറിൻ്റെ കാലഭൈരവാഷ്ടകം കൃതിയിൽ എല്ലാ ബീജാക്ഷരങ്ങളിലും തോളയെന്ന തീൻ താളത്തിലും താളഭേദങ്ങളിലൂടെയും ഭരതനാട്യവും കഥക്കും സന്നിവേശിപ്പിച്ച് ജുഗൽബന്ധിയിൽ പൂർണ്ണതയേകി. ഗുരു അടയാർ K ലക്ഷ്മണന്റെ ശിഷ്യയായ ഡോക്ടർ മേഘ്ന വെങ്കട്ട്, ആതിര രാജു എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യങ്ങളും ശ്രദ്ധേയമായി.
കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നോടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. തൃശൂർ ചേർപ്പ് തൃപ്രയ റോഡിൽ കേരള വാട്ടർ അതോറിറ്റി നാട്ടിക പ്രൊജക്ട് ഡിവിഷന്റെ കീഴിൽ താന്യം ടാങ്ക് മുതൽ ഗോകുലം സ്കൂൾ വരെ റോഡ് റെസ്റ്റോറേഷൻ പ്രവൃത്തി നടക്കുന്നതിനാൽ ഏപ്രിൽ 18 മുതൽ 24 വരെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാത്തക്കുടം ക്ഷേത്രത്തിൽ വിശേഷാൽ എണ്ണ അഭിഷേകം ഏപ്രിൽ 20 ശനിയാഴ്ച നടക്കും. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്താവിന് എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ എണ്ണ അഭിഷേകം നടക്കുന്നു. രാവിലെ 5:30 നിർമ്മാല്യത്തിനു ശേഷം അഭിഷേകം നടക്കും. അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് നൽകും. അഭിഷേകം എണ്ണ വഴിപാടായി നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 7510335302 9495005302 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6815 രൂപ, പവന് 54,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. മികച്ച സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയാണ് ആരോഗ്യ കേന്ദ്രം ഈ നേട്ടം കൈവരിച്ചത്. LDF ചേർപ്പ് പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും. BJPയുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം വിലപ്പോവില്ല എന്ന് CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 400 രൂപ കൂടി 54,520 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 6,815 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.